അടുത്തൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് നമുക്ക് എന്താ പറയുക ക്ലിയർ ആക്കാൻ അല്ലെങ്കിൽ അത് കറക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു മിസ്റ്റേക്കാണ്. കഴിഞ്ഞ 10-15 വർഷമായിട്ട് അവരവരുടെ ഡ്രീം ഹോമിന് വേണ്ടിയിട്ട് അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും, ഇതിനെക്കുറിച്ച് കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. പക്ഷേ അവർ പഠിക്കുന്ന യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് യൂട്യൂബോ അല്ലെങ്കിൽ വാട്സപ്പ് യൂണിവേഴ്സിറ്റി എന്നായിരിക്കും പഠിക്കുന്നുണ്ടാവുക. അല്ലെങ്കിൽ ഇനി ഇതുമല്ലാത്ത ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ചെറിയ ഒരു ഡിസ്കഷൻ നമ്മുടെ കമൻറ്റ് ബോക്സിൽ നടത്താം. അതുവഴി ഇത്തരത്തിലുള്ള എല്ലാവർക്കും നമസ്കാരം, മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കറിയാം കേരളത്തിലെ വലിയൊരു ശതമാനം ആളുകളുടെയും ഒരു ഡ്രീം എന്ന് പറയുന്നത് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഡ്രീം ഹോം ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ്. എന്നാലും വലിയൊരു ശതമാനം ആളുകളും ഇതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ സമയം എത്തുമ്പോഴേക്കും അവരുണ്ടാക്കുന്ന ചെറിയ ചെറിയ എന്താ പറയുക എക്സ്പെൻസീവ് ആയിട്ടുള്ള മിസ്റ്റേക്കുകൾ അവർ ആ ഡ്രീം ഹോം എന്ന് പറഞ്ഞ സ്വപ്നത്തിലേക്ക് എത്താനുള്ള എന്താ പറയുക ദൂരം കൂട്ടും അല്ലെങ്കിൽ എത്താതിരിക്കാൻ ഉള്ളൊരു സാഹചര്യത്തിലേക്ക് എത്തിക്കുന്ന ഒത്തിരി എക്സ്പീരിയൻസുകൾ നമുക്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഞാൻ നോക്കിയപ്പോഴേക്കും ഒരു ജനറലായിട്ട് ഒരു 6 മിസ്റ്റേക്കുകളാണ് ഇത്തരത്തിലുള്ള ആളുകൾ വീട് നിർമ്മാണത്തിൻ്റെ സമയമാകുമ്പോഴേക്കും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. ഞാൻ ആർക്കിടെക്ട് ഷിനു, ആർട്ടിക് ലാബിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിനകത്ത് ഫസ്റ്റ് മിസ്റ്റേക്ക് എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല. നമുക്കറിയാം ജനറലായിട്ട് നമ്മൾ മലയാളികൾ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി ഇത്തിരി കഷ്ടപ്പെടാൻ വേണ്ടി കുറച്ച് മടിയുള്ള ആളുകളാണ്. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് മിസ്റ്റേക്ക് അവിടെ തന്നെ സംഭവിക്കുന്നത്, അതായത് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇതിൻ്റെ ഒരു പ്ലാൻ നിങ്ങൾ താമസിക്കാൻ ജീവിക്കാൻ പോകുന്ന വീടിൻ്റെ പ്ലാൻ രൂപകൽപ്പന ചെയ്യുന്നതിനകത്ത് നിങ്ങൾ മടി കാണിക്കും, അല്ലെങ്കിൽ അതിനൊരു എക്സ്പെൻസ് സ്പെൻഡ് ചെയ്യുക എന്ന് പറയുന്നത് നിങ്ങൾ മടി കാണിക്കും. ഒരു ആർക്കിടെക്റ്റിനെ അല്ലെങ്കിൽ ഒരു ഡിസൈനറെ ഒരു പ്രോപ്പറായിട്ട് ഡിസൈനിങ് ചെയ്യാൻ അറിയുന്ന ഒരു എഞ്ചിനീയറിനൊക്കെ ഹയർ ചെയ്യാൻ ഡെഫിനറ്റായിട്ട് ഒരു പ്രൈസ്, ഒരു എമൗണ്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ അത് ലാഭിക്കുന്നതിന് വേണ്ടിയിട്ട് പലപ്പോഴും ഇന്നത്തെ ഒരു കോണ്ടെക്സ്റ്റിൽ ആളുകൾ വില്ല പ്രോപ്പർട്ടീസ് മേടിക്കുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ ചെറിയ പറമ്പുകൾ മേടിച്ച് ഇന്റർനെറ്റിൽ നിന്ന് പ്ലാൻ ഡൗൺലോഡ് ചെയ്ത് അതങ്ങ് അതിൻ്റെ ഒരു രസമുള്ള എലിവേഷനൊക്കെ ചെയ്ത് അതങ്ങ് ചെയ്യും. ഫൈനലി ആ വീടിൻ്റെ ഉള്ളിലെ ലേഔട്ട്, ഫർണിച്ചർ ലേഔട്ട് ചെയ്യുന്ന സമയമാകുമ്പോഴേക്കാണ് നിങ്ങൾ റിയലൈസ് ചെയ്യുക ഇത് അവിടെ കൊണ്ടുപോയിട്ട് കട്ടിലിടുമ്പോഴേക്കും പിന്നിൽ ചിലപ്പോൾ ജനലുണ്ടാവും, അല്ലെങ്കിൽ അവിടെ ചിലപ്പോൾ വാർഡ്രോബ് ഇടാനുള്ള സ്ഥലം ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു സ്റ്റഡി ടേബിൾ വെക്കാനുള്ള സ്ഥലം ഉണ്ടാവില്ല, അല്ലെങ്കിൽ ലിവിംഗ് റൂമിന് സൈസ് കുറഞ്ഞു പോയി, നിങ്ങൾ ഉദ്ദേശിച്ച ഫർണിച്ചർ എല്ലാം അവിടെ വെക്കുമ്പോഴേക്കും അത് ഭയങ്കര കൺജസ്റ്റഡ് ആയിപ്പോയി. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ റിയലൈസ് ചെയ്യാൻ പോകുന്നത് ഓരോരോ സ്റ്റേജ് എത്തുന്ന സമയത്താണ്. അപ്പോൾ ഇതിന് നമ്മൾ തീർച്ചയായിട്ടും പ്ലാനിങ് പ്രോപ്പറായിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനകത്ത് വരുന്ന ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള വില്ല പ്രോപ്പർട്ടീസൊക്കെ വാങ്ങിക്കുമ്പോഴേക്കും പലപ്പോഴും നിങ്ങൾക്ക് പ്ലാൻ ഫ്രീ കിട്ടും, അതായത് ഓൾറെഡി ചെയ്തു വെച്ചിട്ടുള്ള പ്ലാനുകൾ. പക്ഷേ അത് നിങ്ങളുടെ പർപ്പസിലേക്ക് യൂസ്ഫുൾ ആണോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ല, നിങ്ങൾ അതിനെക്കുറിച്ച് ഡിസ്കസ് പോലും ചെയ്തിട്ടുണ്ടാവില്ല. നിങ്ങൾ അതിൻ്റെ കൺസ്ട്രക്ഷനൊക്കെ തുടങ്ങി ആ വീടിന് ഇൻറ്റീരിയർ ചെയ്യുക എന്ന് പറയുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തുമ്പോഴായിരിക്കും നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ പോകുന്നത്. പല ആളുകൾക്കും അതൊന്നും ചെയ്യാൻ പറ്റാത്ത, അതായത് പെയിൻ്റ് എല്ലാം അടിച്ച് ടൈലെല്ലാം വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് മുഴുവൻ പൊളിച്ചു മാറ്റുക എന്ന് പറയുന്നത് പ്രയാസമായിരിക്കും. കുറച്ച് ആളുകൾക്കെങ്കിലും അതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ സ്റ്റേജിൽ ഇത് റിയലൈസ് ചെയ്ത് അത് മാറ്റാനുള്ള ഒരു സാഹചര്യമൊക്കെ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഏതായാലും ഇതൊരു മിസ്റ്റേക്കാണ്. അതായത് നിങ്ങൾ പ്ലാനിങ്ങിന് ഒത്തിരി സമയം ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങളുടെ ഒരു ടീമുമായിട്ട്, അതായത് പ്ലാനിങ് ടീമും നിങ്ങളുടെ ഒരു ഫാമിലിയൊക്കെ ആയിട്ട് 1-2 ഡിസ്കഷൻസ് ഒക്കെ നടത്തിയിട്ട് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ അതിനെ ചെയ്ത് എടുക്കുക എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി ഈവൻ ഇൻ്റർനെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തൊരു പ്ലാൻ ആയപ്പോലും അതൊന്ന് വെച്ച് അതിനകത്ത് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടോ എന്നുള്ളത് പ്രാക്ടിക്കലായിട്ട് ഡയമെൻഷനും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇതിനെക്കുറിച്ചൊരു ധാരണ ഉള്ള ആളുകളെ അപ്രോച്ച് ചെയ്ത് ചെയ്യുക എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അല്ലെങ്കിൽ അത് നിങ്ങൾ പിന്നീട് റിയലൈസ് ചെയ്യുന്ന ഒരു മിസ്റ്റേക്കായി മാറും. ഇത്തരത്തിലുള്ള തോന്നിയിട്ടുള്ള ഏതെങ്കിലും ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. ഇതല്ലാതെയൊക്കെ ചെയ്തു അപ്പോൾ ഇതിന് നിങ്ങൾക്ക് വേറെന്തെങ്കിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ നിങ്ങൾക്ക് വേറെന്തെങ്കിലും പോയിന്റ്സ് ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണുന്ന ആളുകൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. രണ്ടാമത്തെ ഈ ഡ്രീം ഹോം മേക്കേഴ്സ് ചെന്ന് പെടുന്ന ഒരു പെടൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെനിക്ക് ഇനിയും കറക്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയാത്ത ഒരു പോയിന്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പോയിന്റിനെ കുറിച്ച് നിങ്ങൾ ഈ കാണുന്ന ആളുകൾ നിങ്ങളുടെയൊക്കെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണം. പലപ്പോഴും ഇത്തരത്തിലുള്ള ആളുകൾ നമ്മൾ ഒരു കൺസ്ട്രക്ഷൻ, അത് ഇൻറ്റീരിയർ ആയാലും കൺസ്ട്രക്ഷൻ്റെ ആയാലും ഒക്കെ കൊട്ടേഷൻ എടുക്കുന്ന സമയത്ത് ഒത്തിരി ആളുകൾ എടുന്ന് കൊട്ടേഷൻ എടുക്കും. അങ്ങനെ വരുമ്പോഴേക്കും പലപ്പോഴും സംഭവിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ലീസ്റ്റ് കോസ്റ്റിൽ നിന്ന് വളരെ ടോപ്പ് കോസ്റ്റിലേക്ക് എത്തുന്ന രീതിയിലുള്ള ഒരു കോസ്റ്റിംഗ് എത്തിയിട്ടുണ്ടാവും. അതിൽ ചില ആളുകൾ പലപ്പോഴും ഇതിൻ്റെ ഒരു ആവറേജ് കോസ്റ്റിൽ പോകാമെന്ന് പറഞ്ഞു പോകും. ചില ആളുകൾ ഇതേ സാധനം ഇത്രയും ചെറിയ പ്രൈസിന് ഒരാൾ തരുന്നുണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യാമെന്ന് പറഞ്ഞ് ചെയ്യുന്ന ആളുകളുണ്ട്. ചില ആളുകൾ ഓക്കെ മറ്റേത് പ്രീമിയം ആണെന്നൊക്കെ പറഞ്ഞ് അതിലേക്കും പോകുന്ന ആളുകളുണ്ട്. പക്ഷേ ഇതിൽ ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള എപ്പോഴും ഉള്ളൊരു അതായത് നമ്മൾ ഈ വീഡിയോയിൽ എൻ്റെ എക്സ്പീരിയൻസാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഓഫീസിൽ പലപ്പോഴും ഇത്തരത്തിലുള്ള കോട്ടോ കൊടുക്കുമ്പോഴേക്കും നാട്ടിലുള്ള, അപ്പം നമ്മൾ മറ്റൊരു നാട്ടിൽ പോയി വർക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ നാട്ടിലുള്ള ഒരു 25 മുതൽ ഒരു 35-32 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരു എഞ്ചിനീയറോ അല്ലെങ്കിൽ ഒരു മേസണോ ഒരു കോൺട്രാക്ടറോ ഒരു മേസ്ത്രിയോ ഒക്കെ അവരുടെ നാട്ടിലുണ്ടാവും. അവർ ഇത്രയും വർഷം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളാണ് നിങ്ങൾ പറഞ്ഞ ഈ സെയിം സാധനം
ഏറ്റവും കുറഞ്ഞ കോസ്റ്റിലാണ് ഇവർ നമുക്ക് കോട്ട് ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ട് അവർക്ക് വർക്ക് കൊടുക്കും. ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇവരുടെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഇവർ ഇത്ര നാളും ഒരേ തരത്തിലുള്ള പണികൾ, അവർ സ്ഥിരം ഒരു പാറ്റേണിലുള്ള പണികളാണ്, അതിൽ അവർ മാസ്റ്റർ തന്നെയാണ്. കാരണം ആ ഒരു വർക്ക് അവർ വളരെ ഫാസ്റ്റായിട്ട് അടിപൊളിയായിട്ട് ചെയ്തു കൊടുക്കും. പക്ഷേ ഇവർ ഒരു പോയിന്റിലും നമ്മൾ കൊടുക്കുന്ന, അതായത് ഒരു ആർക്കിടെക്റ്റോ അല്ലെങ്കിൽ ഒരു ഡിസൈനറോ കൊടുത്തിട്ടുള്ള പ്ലാന്, അതിനെക്കുറിച്ചിട്ടുള്ള മുഴുവനായിട്ടുള്ള ഡീറ്റെയിൽ ഇവർ നോക്കാനുള്ള ക്ഷമ കാണിക്കില്ല. അത് നോക്കാതെ ആയിരിക്കും സ്ക്വയർ ഫീറ്റിന് ഇത്ര രൂപ എന്ന് പറഞ്ഞിട്ട് റേറ്റ് കൊടുക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ പലപ്പോഴും അതൊരു ലീസ്റ്റ് പ്രൈസ് തന്നെയായിരിക്കും. കാരണം ബാക്കിയുള്ള ഇത് നോക്കിയിട്ടുള്ള ആളുകൾ കൊടുക്കുന്നത്, അതായത് ഒരു എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളതോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഡ്രോയിങ്ങുകളൊക്കെ നോക്കി ക്വാണ്ടിറ്റി എടുത്ത് പ്രൈസ് കൊടുക്കുന്ന ആളുകൾ നോക്കുമ്പോഴേക്കും അതിൻ്റെ ഒരു സ്ക്വയർ ഫീറ്റ് പ്രൈസ് ചിലപ്പോൾ മറ്റേനേക്കാൾ വളരെ കൂടുതലായിരിക്കും. അതിനുള്ള റീസൺ എന്ന് പറയുന്നത് ഇവിടെ എല്ലാ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളും നോക്കിയിട്ടായിരിക്കും ഇവർ ചെയ്തിട്ടുണ്ടാവുക. മറ്റവരൊരു പക്ഷേ അവരുടെ എക്സ്പീരിയൻസിൽ അവരിതങ്ങ് ചെയ്തെടുക്കും എന്നുള്ള ധാരണയിൽ പണി തുടങ്ങുന്ന സമയത്ത് നമ്മൾ സൈറ്റ് സൂപ്പർവിഷനൊക്കെ ചെല്ലുന്ന സമയത്ത് പലപ്പോഴും അവിടെ യൂസ് ചെയ്തിട്ടുള്ള കമ്പികൾ ചിലപ്പോൾ മാറിപ്പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ കൊടുത്തിട്ടുള്ള സ്പെസിഫിക്കേഷൻ പ്രകാരം ആയിരിക്കില്ല അവിടെ കാര്യങ്ങൾ വന്നിട്ടുണ്ടാവുക. അപ്പോൾ നമ്മൾ അത് അങ്ങനെ പറ്റില്ല, ഇങ്ങനെ ചെയ്യണം എന്ന് പറയുമ്പോഴേക്കും ഇവർ അഡീഷണൽ കോസ്റ്റ്, അല്ലെങ്കിൽ അത് ഞങ്ങൾ ഉദ്ദേശിച്ച പോലെയല്ല, അതിൽ പണി കൂടി എന്നൊക്കെ പറയുന്ന സാഹചര്യം വന്നിട്ട് മുഴുവൻ ഈ രീതിയിൽ പണി എടുത്തു തീരുമ്പോഴേക്കും നമ്മുടെ എടുത്ത 10 കൊട്ടേഷനിൽ ഏറ്റവും ടോപ്പ് കോസ്റ്റ് വന്ന ആൾ തന്ന കോട്ടിനേക്കാൾ കൂടുതൽ എമൗണ്ടിൽ ചെന്ന് അവസാനിക്കുന്ന സാഹചര്യം പലപ്പോഴും നമ്മുടെ പ്രൊജക്ട്. പക്ഷേ ഈ ഒരു സ്റ്റേജൊക്കെ നമ്മൾ റിയലൈസ് ചെയ്യുമ്പോഴേക്കും പ്രൊജക്റ്റ് ഒത്തിരി പിന്നിലേക്ക് പോയിട്ടുണ്ടാവും. നമുക്കൊന്നും അത് റിവേഴ്സിബിൾ ആയിട്ട് അത് ചെയ്തെടുക്കാൻ പറ്റുന്ന ആ സ്റ്റേജിൽ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ പലപ്പോഴും ഈ ഡ്രീം ഹോം എന്ന് പറഞ്ഞ് ഓടുന്ന ആളുകൾ അവർ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ, ഇതിനകത്ത് ലാഭിക്കുന്ന ഒരു പൈസ എടുത്ത് നമുക്ക് അടുത്ത ഇൻറ്റീരിയറിലേക്കോ ടൈലിലേക്കോ ഒക്കെ ചെയ്യാമെന്നുള്ള ഒരു ഉദ്ദേശത്തിലൊക്കെ ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക. പക്ഷേ ഈ പറയുന്ന സ്റ്റേജിലൊന്നും നമുക്ക് ഒരു രീതിയിലും ഇവർ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും കറക്റ്റ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്, കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. എന്ന് വെച്ച് ഈ പറയുന്ന ഒരാൾ അത് ചെയ്തു കഴിഞ്ഞാൽ ഒരു മിസ്റ്റേക്കും ഇല്ലാതെ മുമ്പോട്ട് പോകുന്നല്ല ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും മിസ്റ്റേക്കുകൾ എന്നൊക്കെ പറയുന്നത് നമ്മൾ ആളുകൾക്ക് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിനെ പ്രോപ്പറായിട്ട് നോക്കി അതിനെ പ്രോപ്പറായിട്ട് ചെയ്തെടുക്കാൻ പറ്റുക എന്നുള്ള രീതിയിൽ ചെയ്തു പോകുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, നിങ്ങൾ ഈ ഒരു കോസ്റ്റ് നോക്കിയിട്ട് കാര്യങ്ങൾ നോക്കിയിട്ട്, അല്ലെങ്കിൽ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞൊരു സാധനം മാത്രം കൗണ്ട് ചെയ്ത് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു കാര്യം കൊടുക്കുമ്പോഴേക്കും നമുക്ക് ഒത്തിരി പാളിച്ചകൾ നമ്മുടെ എക്സ്പീരിയൻസിൽ ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളും അതിന് നിങ്ങൾ എങ്ങനെ സോർട്ട് ചെയ്തെന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അടുത്തൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, നമ്മൾ ഇത്തരത്തിലുള്ള എന്നെയൊക്കെ പോലെ തന്നെയുള്ള സോഷ്യൽ മീഡിയയിൽ കാണുന്ന വീഡിയോസ് കണ്ടിട്ട് തെറ്റിദ്ധരിക്കപ്പെടുക, അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന വീഡിയോസ് ഉണ്ടായേക്കാം, അല്ലെങ്കിൽ വീഡിയോ കണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. അത് കറക്റ്റായിട്ടുള്ള രീതിയിൽ മനസ്സിലാക്കുക എന്നുള്ള, ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ അത് കറക്റ്റായിട്ട് മനസ്സിലാക്കുക എന്നുള്ളത് നമ്മുടെ തന്നെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ, ഈ സോഷ്യൽ മീഡിയയിലൊക്കെ 1 കോടി രൂപയുടെ വീടുണ്ടായിരിക്കും, അത് 50 ലക്ഷം രൂപയ്ക്ക് ചെയ്ത അടിപൊളി വീട് എന്ന് പറഞ്ഞിട്ടായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. അതിനകത്ത് അവരെ കോൺടാക്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാലോ അതിൻ്റെ ഡീറ്റെയിൽ നോക്കിക്കഴിഞ്ഞാലോ ആയിരിക്കും നമുക്ക് മനസ്സിലാവുക അതിനകത്ത് ഇത്രയും ഭാഗം മാത്രമാണ് 50 ലക്ഷത്തിന് തീർന്നിട്ടുള്ളത്, ബാക്കിയുള്ളത് നിങ്ങളുടെ ആവശ്യപ്രകാരം ഇൻറ്റീരിയറോ ലാൻഡ്സ്കേപ്പോ ഒക്കെ ചെയ്യുന്നതനുസരിച്ചിട്ട് അത് വ്യത്യാസം വരുന്നു. പക്ഷേ നിങ്ങൾ ആ 50 ലക്ഷത്തിന് ഇത്രയും ചെയ്തു എന്ന് കണ്ടിട്ടായിരിക്കും നിങ്ങൾ ആ ഒരു കാര്യങ്ങൾ നിങ്ങൾ ചിലപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ടാവുക. അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു 50 ലക്ഷത്തിൽ തീരേണ്ട സാധനം ഒരു 15-20 ലക്ഷത്തിന് തീർന്നു എന്ന് പറഞ്ഞാൽ, അത് 20 ലക്ഷം രൂപയ്ക്ക് ഇത് ചെയ്തിട്ടുണ്ടല്ലോ, പിന്നെ നിങ്ങൾക്കത് ചെയ്താൽ എന്താണ് പ്രശ്നം എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്ന ഒത്തിരി സാഹചര്യങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. പറഞ്ഞു വരുന്ന പോയിന്റ് എന്ന് പറയുന്നത്, കറക്റ്റായിട്ടുള്ള എസ്റ്റിമേറ്റ് അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള ഒരു കോസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ആളുകൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാറില്ല. ഇല്ല, ഞാനത് ഇങ്ങനെ കണ്ടിട്ടുണ്ട്, അവിടെ കണ്ടിട്ടുണ്ട്. ഓണറെ സംബന്ധിച്ചിടത്തോളം ഈ കൺസ്ട്രക്ഷൻ നടക്കുന്ന സാധനങ്ങൾ മാത്രമേ അവർ കാണുന്നുള്ളൂ. നിങ്ങളിത് ഒരാളെ കോൺട്രാക്ട് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഒത്തിരി കാര്യങ്ങൾ അവർ കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു സാധനം ഫ്രീ ആയിട്ട് ഒരാൾ നമുക്ക് ചെയ്തു തരില്ല. തീർച്ചയായിട്ടും അതിനുള്ള ഒരു ചാർജ്, അത് പലരും എടുക്കുന്നത് പല റേഞ്ചിലായിരിക്കും, അവർ ലാഭം എടുക്കുന്നത് പല റേഞ്ചിലായിരിക്കുന്നു മാത്രം. അതെങ്ങനെയാവട്ടെ, അതിനനുസരിച്ചിട്ടുള്ള ക്വാളിറ്റിയും ഒരു സർവീസ് നമുക്ക് കിട്ടുകയാണെങ്കിൽ അതിനകത്ത് പ്രശ്നമില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഇത് ക്വാളിറ്റി ഉണ്ടാവില്ല, കോസ്റ്റും കുറവായിരിക്കും, സർവീസും ഉണ്ടാവില്ല എന്നുള്ളൊരു സ്ഥിതിയിലേക്ക് എത്തിച്ചേരുമ്പോഴാണ് ഇതൊരു പ്രശ്നം. ഇതെല്ലാം ഒരു ബാലൻസിലാണെങ്കിൽ കുഴപ്പമില്ല. അത്തരത്തിലുള്ള വീഡിയോകൾ കണ്ടിട്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആഡ്സോ കാര്യങ്ങളോ കണ്ടിട്ട് മിസ്ലീഡ് ചെയ്യാതെ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരാളടുത്ത് അപ്രോച്ച് ചെയ്ത്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വീടൊക്കെ ചെയ്തിട്ടുള്ള ആളുകളുടെ അടുത്ത് പോയിട്ട് അവിടുത്തെ റിയൽ ആയിട്ട് മൊത്തം എത്ര എക്സ്പെൻസ് വന്നു എന്നുള്ളതൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ ഈ പണിക്കിരിക്കുക. അല്ലെങ്കിൽ എപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്, ഇത്തിരി റിക്വയർമെന്റ്സ് ആയിട്ട് വരും, അവർ മനസ്സിൽ വിചാരിച്ചിട്ടുള്ള ഒരു ബഡ്ജറ്റ് ഇത്രയായിരിക്കും, നമ്മളത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്റ്റേജിൽ അത് മനസ്സിലാക്കുന്നുണ്ടാവില്ല. പ്രയോറിറ്റൈസ് ചെയ്യാതെ ഇത്രയും റിക്വയർമെന്റ്സ് വേണമെന്ന് പറഞ്ഞ് കൺസ്ട്രക്ഷൻ ചെയ്ത് ഒരു സ്റ്റേജ് എത്തുമ്പോൾ, കാരണം ഇന്റീരിയർ ഒക്കെ കഴിഞ്ഞ ഒരു സ്റ്റേജ് എത്തുമ്പോഴേക്കും കോസ്റ്റ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തും. അപ്പോൾ നിങ്ങളുടെ റിക്വയർമെന്റ്സിന് നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യുക, ആവശ്യമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് വെച്ചിട്ട് അതിനെ നിങ്ങളുടെ ബഡ്ജറ്റുമായിട്ട് തിരിക്കുക. അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങളുടെ കയ്യിൽ ഒരു 50 ലക്ഷം രൂപയാണ് ബഡ്ജറ്റ് ഉള്ളത് എങ്കിൽ, നിങ്ങൾക്ക് സിമിലർ ആയിട്ടുള്ള ഇഷ്ടപ്പെട്ടുള്ള ഒരു വീടൊക്കെ പോയി കണ്ടാൽ, അത് പോയി ആ ഓണർ എടുത്ത്
അത്രയും ആവുന്നതിന് വേണ്ടിയിട്ട് ഏകദേശം എത്ര രൂപ എക്സ്പെൻസ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ അത് ഇത് ഇത്രയും എത്തുന്നതിന് എല്ലാ പണികളും ചേർത്ത് ആ ഒരു സ്റ്റേജിൽ എത്തുന്നതിന് എത്ര ലക്ഷം രൂപയായെന്ന് ചോദിച്ചറിയാം. എന്നിട്ട് ആ വീടിൻ്റെ ഒരു സ്ക്വയർ ഫീറ്റിനെ ആ രൂപ വെച്ച് എൻ്റയർ കോസ്റ്റിനെ വീടിൻ്റെ ഏരിയ വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു എമൗണ്ട് കിട്ടും. എക്സാമ്പിൾ ഒരു 3000 രൂപ. ഓക്കെ, 3000 രൂപ എന്ന് പറഞ്ഞാൽ അതിനകത്ത് എല്ലാ പണികളും തീർന്നിട്ടുണ്ടാവും. ലാൻഡ്സ്കേപ്പിൻ്റെ പണി, ലൈറ്റ്, ഫ്രിഡ്ജ്, ഫാന്, കേർട്ടന്, ഇതെല്ലാം ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന് വിചാരിക്കുക. അതൊക്കെ നോക്കുക. ലാൻഡ് നിങ്ങൾ ഏകദേശം നിങ്ങളുടെ ഒരു റേഞ്ചിലുള്ള വീടായിരിക്കണം. അതായത് നിങ്ങൾ 5 സെൻറ്റിലാണ് പണിയുന്നെങ്കിൽ നിങ്ങൾ 20 സെൻറ്റ് പോയി നോക്കരുത്. ഏകദേശം ഈ ഒരു 5, 6, 7 സെൻറ്റിലൊക്കെ തന്നെ വീട് ചെയ്ത് മുഴുവനായിട്ട് ലാൻഡ്സ്കേപ്പും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോഴേക്കും അവർക്ക് എത്ര കോസ്റ്റ് ആയിട്ടുണ്ടെന്നുള്ള ക്ലയൻറ്റിനോട് ചോദിക്കുക. എന്നിട്ട് ഏകദേശം ആ ഒരു കോസ്റ്റിനെ ആ വീടിൻ്റെ ഏരിയ മാത്രം വെച്ചൊന്ന് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ കിട്ടുന്ന ഒരു എമൗണ്ടും നിങ്ങൾ ഇനി വീട് ചെയ്യുമ്പോഴേക്കും തീർച്ചയായിട്ടും ഇനി കോസ്റ്റ് കൂടാനാണ് പോകുന്നത്. അപ്പോൾ അവർക്കത് 3000 രൂപയാണ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു 3250, 3300, 3500 ഒക്കെ തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്ന ആ എമൗണ്ടും നിങ്ങളുടെ വീടിൻ്റെ സ്ക്വയർ ഫീറ്റും കൂടെ ചേർക്കുന്നതായിരിക്കും നിങ്ങളുടെ ടോട്ടൽ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കി പോയിട്ടില്ലെങ്കിൽ ഒരു സ്റ്റേജ് എത്തുമ്പോഴേക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യാതെ നമ്മൾ പല കാര്യങ്ങളും കോംപ്രമൈസ് ചെയ്യാന്നുള്ള രീതിയിലേക്ക് എത്തിപ്പെടേണ്ടി വരും. അടുത്തൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഒരു മിസ്റ്റേക്ക് അല്ല, ഒരു സീരീസ് ഓഫ് ചെറിയ മിസ്റ്റേക്കുകളാണ്. പക്ഷേ അത് നിങ്ങൾ എന്താ പറയുക, വിലപിടിപ്പുള്ള മിസ്റ്റേക്കുകളായിരിക്കും നിങ്ങൾ ചെയ്യുന്നുണ്ടാവും. ഉദാഹരണത്തിന് നമ്മൾ കോസ്റ്റ് സേവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ലാൻഡ് സർവേ, ഡിജിറ്റൽ സർവേ ചെയ്യാതിരിക്കുക. ഒരു 5000 രൂപ 6000 രൂപ ഉണ്ടെങ്കിൽ 10-50 സെൻറ്റ് വരെയുള്ള ഏരിയ നിങ്ങൾക്ക് ഈസി ആയിട്ട്, എനിക്ക് തോന്നുന്നു അതിൽ താഴെ പോലും ചെയ്യുന്ന ആളുകൾ ഉണ്ടായേക്കാം, നിങ്ങൾക്ക് ഡിജിറ്റൽ സർവേ ചെയ്ത് പ്രോപ്പറായിട്ട് അവിടെയുള്ള എലമെൻറ്റ്സ് ഒക്കെ മാർക്ക് ചെയ്ത്, കിണറോ അല്ലെങ്കിൽ അതിനകത്ത് മരങ്ങളോ റീറ്റെയിൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാർക്ക് ചെയ്ത് അതിൻ്റെ ലെവൽസൊക്കെ മാർക്ക് ചെയ്ത് എന്നതിൻ്റെ ശേഷം അതിലേക്ക് പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യുക. അപ്പോൾ അതിനും ഒരു എക്സ്പെൻസ്, അത് ഞാൻ ഓൾറെഡി പറഞ്ഞൊരു പോയിന്റാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ അവിടുത്തെ സോയിൽ ടെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു പണി. പലപ്പോഴും നമുക്കൊരു റെസിഡൻഷ്യൽ ഏരിയയോ ഒരു സിമിലർ ആയിട്ടുള്ള കോണ്ടെക്സ്റ്റ് ഒക്കെ ആണെങ്കിൽ നമുക്ക് തൊട്ടടുത്ത വീടുകൾ കാര്യങ്ങളൊക്കെ നോക്കി മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ചില കേസുകളിൽ നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വരുമ്പോഴേക്കും സോയിൽ ടെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത്, ഇനി ഈവൻ ജഡ്ജ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും സോയിൽ ടെസ്റ്റ് ടെക്നിക്കലി ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ സോയിലിൻ്റെ ഉള്ളിലേക്കുള്ള സ്ഥിതികൾ എന്താണ്, നമ്മുടെ ഫൗണ്ടേഷൻ്റെ ഡെപ്ത് എത്ര വയ്ക്കാം, ഇത്തരത്തിലുള്ള കാര്യത്തിന് ഒരു 10000 രൂപ മുതൽ ഒരു 20000 രൂപ വരെ കോസ്റ്റ് വരുന്ന കാര്യമാണ് ഈ സോയിൽ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഈ ഒരു പൈസ സേവ് ചെയ്യുന്നതിന് വേണ്ടി ഇത് ചെയ്യാതിരിക്കും. നമ്മൾ കൺസ്ട്രക്ഷൻ ചെയ്ത് ഒരു പരിധി എത്തുന്ന സമയത്തൊക്കെ, അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ ചെയ്യുന്ന ഫൗണ്ടേഷൻ എടുക്കുന്ന സമയത്ത് ബാക്കിയുള്ള പല ആളുകൾക്കും അത് നോട്ടീസ് ചെയ്യാൻ പറ്റും, അത് പ്രശ്നമാണ്, അങ്ങനെയാണെങ്കിൽ ചെക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ചെയ്യുന്ന സാഹചര്യങ്ങൾ കണ്ടിട്ടുണ്ട്. ഇതൊന്നുമല്ല, കൺസ്ട്രക്ഷൻ മുഴുവൻ കഴിഞ്ഞിട്ട് വീട് സെറ്റിലാവുന്ന സാഹചര്യങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ 10 അല്ലെങ്കിൽ 20000 രൂപ ലാഭിക്കാൻ നോക്കിയിട്ട് നമ്മളൊരു 50 ലക്ഷം രൂപ ചിലവാക്കി കഴിഞ്ഞ് അതിന് ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു മിസ്റ്റേക്കായി മാറും. അപ്പോൾ അത്തരത്തിലുള്ള ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി ചെറിയ മിസ്റ്റേക്കുകൾ ചെയ്ത് അത് തിരുത്താൻ പറ്റാത്ത വലിയൊരു മിസ്റ്റേക്ക് ആവാതിരിക്കാൻ വേണ്ടി എപ്പോഴും ശ്രദ്ധിക്കുക. അടുത്തൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് നമുക്ക് എന്താ പറയുക, ക്ലിയർ ആക്കാൻ അല്ലെങ്കിൽ അത് കറക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു മിസ്റ്റേക്കാണ്. അതായത് സ്വയം ഇതിനെക്കുറിച്ചൊക്കെ നല്ല ധാരണ ഉണ്ടെന്ന് വിശ്വസിച്ചായിരിക്കും ഇരിക്കുന്നത്. കാരണം കഴിഞ്ഞ 10-15 വർഷമായിട്ട് അവരുടെ ഡ്രീം ഹോമിന് വേണ്ടിയിട്ട് അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും, ഇതിനെക്കുറിച്ച് കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. പക്ഷേ അവർ പഠിക്കുന്ന യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് യൂട്യൂബോ അല്ലെങ്കിൽ വാട്സപ്പ് യൂണിവേഴ്സിറ്റി എന്നായിരിക്കും പഠിക്കുന്നുണ്ടാവുക. അതായത് ഒരു ആർക്കിടെക്ചർ പഠിക്കുന്നത് 5 വർഷം ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് അവരെ പ്രാക്ടീസിലായിരിക്കും അവരെ കാര്യങ്ങൾ പഠിക്കുന്നുണ്ടാവുക. സിമിലർലി ഒരു എഞ്ചിനീയറോ ഒരു ഡിസൈനറോ ഒക്കെ അവരെ പ്രൊഫഷനിൽ നിന്ന് പഠിച്ചു വരുന്ന ഒത്തിരി കാര്യങ്ങളുണ്ടാവും. നിങ്ങളല്ലാതെ ഈ പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊക്കെ ധാരണകളുണ്ടാവും. പക്ഷേ ഇതൊരു ലൈവ് കേസിൽ അത് ഏതൊക്കെ രീതിയിലാണ് എഫക്റ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും അത്തരത്തിൽ പഠിക്കുന്ന ആളുകൾക്ക് കുറവ് തന്നെയായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നിങ്ങളുടെ പ്ലാനിങ്ങിലും ഇത്തരത്തിലുള്ള എല്ലാ കാര്യത്തിലും ഇത്തരത്തിലുള്ള ആളുകൾ കയറി ഇടപെടും. അപ്പോൾ നമ്മളാണെങ്കിൽ ഒരു പ്രൊജക്റ്റിൽ നമ്മൾ ഇൻവോൾവ് ചെയ്ത് ചെയ്യുന്ന സമയത്ത് അൺവാണ്ടഡ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവാത്ത ഇൻവോൾവ്മെൻറ്റുകൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഓക്കെ, ക്ലയൻറ്റ് പറഞ്ഞ സാധനം അതുപോലെ ചെയ്തു കൊടുക്കുക. ഈ സാധനം ഒരു പക്ഷേ നമ്മുടെ ക്ലൈമറ്റിൽ വർക്കൗട്ട് ആവാത്ത കാര്യങ്ങളായിരിക്കും. കാരണം നമുക്കറിയാം നമ്മുടെ ക്ലൈമറ്റാണ് ഒരു തരത്തിൽ ഭയങ്കര വേസ്റ്റ് ആയിട്ടുള്ള ഒരു ക്ലൈമറ്റ് എന്ന് പറയുന്നത്. കാരണം നമ്മുടെ ഈ ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത് ഒരു വിധപ്പെട്ട എല്ലാ മെറ്റീരിയലുകളും പെട്ടെന്ന് നാശമായി പോകുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ ഈ ഒരു ഹ്യൂമിഡ് കണ്ടീഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ട്രോപ്പിക്കൽ കണ്ടീഷൻ എന്ന് പറയുന്നത്. ഒത്തിരി മെയിൻ്റനൻസ് വേണ്ട സാഹചര്യങ്ങൾ നമുക്കുണ്ടാവും. നല്ല രീതിയിലുള്ള മഴ, അത് കഴിഞ്ഞ് നല്ല രീതിയിലുള്ള വെയിലൊക്കെ വരുമ്പോഴേക്കും ഭയങ്കര എന്താ പറയുക, ഇതിനെല്ലാം വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കൺസ്ട്രക്ഷൻ ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്കതിന് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുക. ഉദാഹരണത്തിന് ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫ്ലാറ്റൊക്കെ ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ ചെയ്യുന്ന സമയത്ത് ചെയ്യാൻ പാടില്ല എന്നല്ല, ചെയ്യാൻ പറ്റും. നമ്മുടെ നാട്ടിൽ എന്ത് സാധനം ഒന്ന് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അത്തരത്തിലുള്ള കൺസ്ട്രക്ഷൻ ചെയ്യുന്ന സമയത്ത് അതിന് വേണ്ടിയിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള വാട്ടർ പ്രൂഫിങ്ങുകളും പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റും പ്രോപ്പറായിട്ടുള്ള ലെയേഴ്സും ചെയ്ത് പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളിത് ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്കതൊരു തലവേദനയായി മാറാനുള്ള സാധ്യത ഉണ്ട്. അതായത് ഇടയ്ക്കിടെ അതിനുള്ള മെയിൻ്റനൻസ് കൊടുക്കുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ അതിൻ്റെ ചൂടോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോൾ ചില ആളുകൾ ഗ്ലാസ്സൊക്കെ കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ
നിങ്ങൾ സ്വയം ഇതിനെക്കുറിച്ച് അറിയുന്ന ആളാന്നുള്ളതിലുപരി നിങ്ങളെ ഒരു ആർക്കിടെക്റ്റോ ഡിസൈനറോ ഒക്കെ ആയിട്ട് നിങ്ങളുടെ റിക്വയർമെൻറ്റ്സ് ഡിസ്കസ് ചെയ്ത് നല്ല രീതിയിൽ ഡിസ്കഷൻ നടത്താൻ പറ്റുന്ന ഒരാളുമായിട്ട് നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഞാനും ഈ പറഞ്ഞൊരു പോയിന്റിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള എന്തെങ്കിലും എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കമൻറ്റിൽ പറയാം. അതുപോലെ തന്നെ അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ വർക്കിംഗ് ടീമിനെ നിങ്ങൾ ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്കറിയാം പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ അച്ഛന്മാരോ അല്ലെങ്കിൽ മുതിർന്നവരായിട്ടുള്ള ആരെങ്കിലും ആളുകളൊക്കെ സൈറ്റിൽ തന്നെ നിന്ന് പണിയെടുപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അവരായിരിക്കും അതിന് റെസ്പോൺസിബിലിറ്റി എടുക്കുന്നത്. ഓരോരോ പണിക്കാരെ ഏൽപ്പിച്ചത് പണി ചെയ്യിക്കുന്നതായിരിക്കും. ഇന്നത്തെ കോണ്ടെക്സ്റ്റിൽ നിങ്ങൾ കോസ്റ്റ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ നാട്ടിൽ സൈറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ആളും ഇതിനെക്കുറിച്ച് ധാരണയുള്ള ഒരാളുമാണെങ്കിൽ ഓക്കെയാണ്. ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ ഈ എൻറ്റയർ വർക്ക് എന്ന് പറയുന്നത് ഒരു ടീം വർക്കാണ്. തറപ്പണി മുതൽ അത് അവസാനത്തെ ഈ ഫിനിഷിങ്ങിലേക്ക് എത്തുക എന്ന് പറയുന്ന ഒരു ടീം വർക്കാണ്. ഇതിനകത്ത് പാരലി നടന്നുകൊണ്ട് ഒത്തിരി കാര്യങ്ങളുണ്ട്. നിങ്ങൾ ഇങ്ങനെ ഓരോ ആളുകളെ ഏൽപ്പിക്കുമ്പോഴേക്കും നിങ്ങൾ സ്വാഭാവികമായിട്ട് അവരുടെ അഭിപ്രായങ്ങളും അവരുടെ എക്സ്പീരിയൻസ് വെച്ചൊക്കെ അത് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ അത് കേൾക്കും. പക്ഷേ അത് അടുത്ത സ്റ്റേജിലേക്ക് എത്തുമ്പോഴേക്കും ആ വരുന്ന പണിക്കാരൻ്റെ എക്സ്പീരിയൻസ് ഒന്ന് ഡിഫറൻ്റ് ആയിരിക്കും. അവർ ചിലപ്പോൾ അവർ കാര്യങ്ങൾ നടപടിയാവാതെ വരുമ്പോൾ മുമ്പ് ചെയ്തു പോയ ആളെ കുറ്റം പറയും, അല്ലെങ്കിൽ അവരൊരു ടീമാണെങ്കിൽ അത് അവർ ചേർത്ത് പോകുന്നുള്ള കാര്യങ്ങളിലേക്കൊക്കെ എത്തും. അപ്പോൾ നിങ്ങൾ വർക്ക് മുഴുവനായിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ടീം വർക്കായിട്ട് കാര്യങ്ങൾ ചെയ്തു തരാൻ പറ്റുന്ന ആളുകളാണ് എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തുക. ഇല്ല എന്നുണ്ടെങ്കിൽ ഫിസിക്കലി നിങ്ങൾ സൈറ്റിൽ നിങ്ങൾ അവൈലബിൾ ആണ്, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കി നടത്താൻ പറ്റും എന്നുള്ളൊരു കാര്യം നിങ്ങൾ ഉറപ്പുവരുത്തുക. ഇല്ല, നിങ്ങൾക്കും ഇതിനെക്കുറിച്ചൊരു ധാരണ ഉള്ള ആളായിരിക്കണം. ഒരു ധാരണയില്ലാതെ നിങ്ങൾ സൈറ്റിൽ നിന്നുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. ഏറെക്കുറെ ഇതിനെക്കുറിച്ചൊക്കെ ഒരു ധാരണ ഉണ്ട്, ഈ കാര്യങ്ങളൊക്കെ ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനത്തെയൊക്കെ ധാരണ ഉള്ള ആളുകളാണെങ്കിൽ മാത്രം ഇത്തരത്തിലുള്ള പണിക്ക് നിൽക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ നല്ലൊരു ടീമിനെ കൊടുത്ത്, പക്ഷേ ടീമിനെ കൊടുത്തു കഴിഞ്ഞാലും അവിടെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, നിങ്ങൾ ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് കൊടുക്കുന്ന പൈസയ്ക്ക് അനുസരിച്ചിട്ടുള്ള പണികൾ അവിടെ നടക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ നിങ്ങൾ ഉറപ്പുവരുത്തുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിനകത്തൊക്കെ മടി കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഓക്കെ നല്ല ആളുകൾ തന്നെ ആയിരിക്കാം, പക്ഷെ എന്നാൽ പോലും എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നമുക്ക് റെക്ടിഫൈ ചെയ്യാൻ പറ്റാത്തൊരു സ്റ്റേജിലേക്ക് അത് പോകുന്ന സാഹചര്യം ഉണ്ടാവാതിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് ബേസിക്കായിട്ട് ഇത്ര നാളത്തെ നമ്മുടെ കുറേ പ്രൊജക്റ്റുകളൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫേസ് ചെയ്തിട്ടുള്ള ഇതിനകത്തൊക്കെ നമ്മുടെ ഭാഗത്തും പ്രശ്നങ്ങൾ വരുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആ ഒരിക്കലുണ്ടായ പ്രശ്നത്തിന് എന്താണ് സംഭവിച്ചതെന്നുള്ള പഠിച്ചതിന് കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്തുകൊണ്ടിരിക്കുക. എന്നാൽ പോലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇനി ഇതുമല്ലാത്ത ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ചെറിയ ഒരു ഡിസ്കഷൻ നമ്മുടെ കമൻറ്റ് ബോക്സിൽ നടത്താം. അതുവഴി ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഏതെങ്കിലും രീതിയിൽ അത് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആവട്ടെ. അപ്പോൾ എന്തായാലും വീട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് നിങ്ങളുടെ വീട് ഭംഗിയായിട്ട് നന്നായിട്ടും കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.